ഹലോ ഫ്രണ്ട്സ്, ഞാൻ മണപ്പുറത്തേക്ക് പോണ ഒരു വീഡിയോ ആണ് എടുത്തേക്കുന്നത് കേട്ടോ. ആലുവ മണപ്പുറം, അവിടെ മഹാശിവരാത്രിയാണല്ലോ. അപ്പോൾ ഞാൻ പോയിരുന്നു. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഞാൻ ആ ബ്രിഡ്ജിൽ നിന്ന് എടുത്ത വീഡിയോ ആണിത് കേട്ടോ. താഴോട്ട് ബലിയിടുന്ന ആൾക്കാരും മുങ്ങി കുളിച്ചിട്ടാണ് ഓരോരുത്തർ ബലിയിടാൻ പോകുന്നത്. ചിലർ മേത്ത് വെള്ളമൊക്കെ തളിച്ചിട്ടാണ് ബലിയിടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്തതാ. അതാണ് അമ്പലം, അത് ദൂരെ നിന്ന് എടുത്താണ്. പിന്നെ പുഴയൊക്കെ കാണാൻ നല്ല രസമാട്ടോ അവിടുത്തെ. ആ ദൂരെ നിന്നാകുമ്പോഴത്തേക്കും നമുക്ക് നല്ല വ്യൂ കിട്ടും. പിന്നെ വിചാരിച്ചത്ര തിരക്കില്ല, കാരണം ഞാൻ അവിടെ ഒരു 7:30 ആയപ്പോഴത്തേക്കും എത്തിയിട്ടോ. രാവിലെ ആയതുകൊണ്ട് അത്ര തിരക്കില്ല. ഉച്ചയ്ക്ക് വൈകുന്നേരം ആണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ അതിന് മുമ്പ് ഞാനൊന്ന് പോയിട്ട് വന്നാണ്. അപ്പോൾ ബലിയിടുന്ന ഒക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത്. പലതരം ആൾക്കാരാണല്ലോ. ഇപ്പോൾ ഹിന്ദുക്കളിൽ തന്നെ പല ആശാരിമാർ, നായന്മാർ, അങ്ങനെയൊക്കെ ഓരോരോ സെക്ഷനാണ്. അപ്പോൾ നമുക്ക് നായന്മാർക്കൊക്കെ ഈ ഇളയതുമാരില്ലേ, അവരാണ് ബലിയിടുന്നത് കേട്ടോ. അവരുടെ അടുത്ത് നമ്മൾ പോകും. അപ്പോൾ നമ്മളറിയാണ്ട് വേറെ ദിക്കിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു മന്ത്രങ്ങളും പിന്നെ ബലികർമ്മങ്ങളൊക്കെ വ്യത്യാസമുണ്ട്, നായന്മാരുടെ പോലെയല്ല. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് കറങ്ങി അമ്പലത്തിലൊക്കെ കയറി. ഇതാണ് ശിവക്ഷേത്രം കേട്ടോ. ഇത് മഴക്കാലത്ത് ഈ അമ്പലം മുങ്ങിപ്പോകും ശരിക്കും. ഈ ആലുവ പുഴ നിറഞ്ഞിട്ട് ഇങ്ങനെ മുങ്ങി നിൽക്കുക. ആ മേൽക്കൂര മാത്രമേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ നമ്മളെയൊന്നും അങ്ങോട്ട് കടത്തില്ല. നിറച്ച് വെള്ളം അങ്ങനെ മുങ്ങിക്കിടക്കില്ലേ, നിറച്ച് വെള്ളം കയറിയിട്ടേ. പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ അവിടെ. പലതരത്തിലുള്ള കുങ്കുമങ്ങളൊക്കെ ഉണ്ട് അവിടെ, പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല. അത് എങ്ങനെയുള്ളതാണെന്ന് നമുക്കറിയില്ലല്ലോ. രാവിലെ ആയതുകൊണ്ട് ഒട്ടും തിരക്കില്ല കേട്ടോ. രണ്ടൊക്കെ മൂടി പൊതിച്ചിട്ടേക്കുക. ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങ് അടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് രാവിലെ പോയി ഞാൻ കുറച്ച് വീഡിയോസ് എടുത്ത് വരാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഒന്ന് കറങ്ങി കാണാം. കാർണിവലൊക്കെ ഉണ്ട്, അതൊക്കെ വൈകുന്നേരം ഭയങ്കര തിരക്കാണ് അവിടെയൊക്കെ. അപ്പോൾ നമുക്കൊന്ന് കാണാം കേട്ടോ. നല്ല മഴ പെയ്തിട്ടുണ്ട് കേട്ടോ ഇന്നലെ. ഇവിടെയൊക്കെ നല്ല മഴയായിരുന്നു. ഒരു 2-3 മണിക്കൂറോളം നിന്ന് പെയ്തായിരുന്നു. ഇടിവെട്ടും മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴും വെള്ളമൊക്കെ കെട്ടി നിൽക്കും കേട്ടോ. കാര്യം ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും കാർപ്പറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ നനഞ്ഞ് കിടക്കുക. സൂക്ഷിച്ചില്ലെങ്കിൽ ചെളിയിലിങ്ങനെ കാലിങ്ങനെ താന്നു പോകുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ ഇങ്ങനെ നടന്ന് നല്ല രസമാണ് കാണാനായിട്ട്. രാത്രി വരണം ശരിക്കും. നമുക്ക് ഈ ലൈറ്റൊക്കെ ഇട്ട് കാണുന്നത് ഭയങ്കര ഭംഗിയാണ്. ഈ പകലാവുമ്പം ഇപ്പം ആരും ഇല്ലല്ലോ, അതുകൊണ്ട് സുഖമായിട്ട് ഞാൻ വീഡിയോ എടുത്ത് കണ്ട. ഒത്തിരി പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടോ എനിക്ക്. പക്ഷേ സൂക്ഷിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ തെന്നുണ്ട്. ചിലപ്പോൾ തെന്നിടിച്ച് വീഴും. മഴ പെയ്തിട്ടേ ചെളിയും ഒക്കെ കൂടി ഇതായിട്ടിരിക്കും. ഇതുണ്ട് ഓരോ കൂടാരമൊക്കെ കെട്ടി. ആൾക്കാരൊന്നും എണീറ്റിട്ടില്ല കേട്ടോ. ഇതുപോലെ കെട്ടി അതിൻ്റെ ഉള്ളിൽ കിടക്കുക. ഈ അവിടുത്തെ ജോലിക്കാരൊക്കെ ആരും ഒന്നും എണീറ്റിട്ടില്ല. ചിലത് ഇതേ ഹോസ്റ്റ് ഹൗസ് പിള്ളേർക്ക്
പിള്ളേരെ പേടിപ്പെടുത്തുന്നൊരു സംഭവമാണ്. അതൊക്കെ 9 മണിക്ക് ഇതെല്ലാം ഓപ്പൺ ആവണം കേട്ടോ. ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പം ആൾക്കാർ ഒന്നും പറയുന്നൊന്നുമില്ല, പക്ഷെ അവരൊക്കെ എണീറ്റ് വരുന്നേ ഉള്ളൂ. ഓരോരുത്തർ പല്ല് കഴിക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, അങ്ങനെയൊക്കെ സുഖമായിട്ട് എനിക്ക് നടന്ന് വീഡിയോ എടുക്കാം. അതുകൊണ്ട് ഇതൊരു ഗോസ്റ്റ് ഹൗസാണ്. 2 എണ്ണം ഉണ്ട് കേട്ടോ. പിള്ളേർക്ക്, ചില പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും, ചിലർക്ക് പേടിയാവും. അതൊക്കെ എടുക്കാൻ പറ്റി. പിന്നെ ഈ ഒരു സംഗതി ഉണ്ടോ, അതെനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നിട്ടോ. ഒരു ആളിരുന്ന് അവിടെ ഇരുന്ന് ഓരോന്ന് ഉണ്ടാക്കി. ആദ്യം എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ഈ നൂല് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നപ്പോൾ അങ്ങേർക്കും ഒരു കൗതുകം, ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എന്താണ് സംഭവം, എന്തെന്താണ് ഉണ്ടാക്കണതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ പുതിയ വണ്ടിയൊക്കെ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ അതിൻ്റെ ഫ്രണ്ടിൽ കണ്ണ് പെടാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ തൂക്കിയിടുന്ന ഒരു സംഭവമാണത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടോ. വീടുകളിലൊക്കെ ഇങ്ങനെ തൂക്കിയിടുമെന്ന് പറഞ്ഞ് ചോദിച്ചപ്പം എന്താ അത് ഉണ്ടാക്കുന്നത്? കണ്ണ് കെട്ടാതിരിക്കാനായിട്ട്. എന്താ അത് കണ്ടോ, പറഞ്ഞു തരുമോ? അതാണ് സംഭവം. എനിക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നി, ഞാൻ കുറച്ച് നേരം വീഡിയോ എടുത്തിട്ടോ. പിന്നെ ഞാൻ ഈ ഫ്ലവർ ഷോ ഉണ്ടെന്ന് എഴുതിയിട്ട് കുറേ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ബോഗൺവില്ലയ്ക്ക് എത്രയാ? ഭയങ്കര വിലയാട്ടോ ഈ ചെടികൾക്കൊക്കെ. ആ ബോഗൺവില്ലയ്ക്ക് ഞാൻ ചോദിച്ചപ്പം 400 രൂപ 200 രൂപയ്ക്കാണ് പറയുന്നത്. എനിക്ക് ആ ഓറഞ്ച് കളർ ഭയങ്കര ഇഷ്ടമായി, പക്ഷെ ഭയങ്കര വിലയല്ലേ. അത് കാണാത്തൊരു പൂവാട്ടോ ഓറഞ്ച് കളർ ബോഗൺവില്ലയിൽ. പിന്നെ അതാ ഇതുപോലെയൊക്കെ ചെടികളൊക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വില കുറച്ചൊക്കെ കിട്ടും, പക്ഷേ ഞാനത് വാങ്ങാൻ ഉള്ള ഇതില്ലായിരുന്നു എനിക്ക്. വീഡിയോ ഒക്കെ എടുത്ത് വന്നിട്ട് നോക്കിയും കണ്ടൊക്കെ പോയിട്ട് പിന്നെ വണ്ടിയൊക്കെ കൊണ്ടുവരണം. ഇതിപ്പോൾ ഞാൻ ബസ്സിനാണ് വന്നത്. ഇതുണ്ട് അടീനിയൊക്കെ നിൽക്കുന്നതുണ്ടോ, നല്ല കളറുള്ള അടീനി പൂവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓർക്കിഡിനൊക്കെ 300 രൂപ ചോദിച്ചപ്പോൾ. ഡാലിയയുടെ വിത്ത് എല്ലാം ഉണ്ട്. ഇതുണ്ട് മൈസൂർ ജമന്തി എല്ലാം ഭയങ്കര ഭംഗി, അതെടുത്തൊക്കെ കാണുമ്പോൾ കേട്ടോ. പിന്നെ എല്ലാത്തിൻ്റെ വിത്തുകളൊക്കെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഒന്നും ഞാൻ വാങ്ങിയില്ല കേട്ടോ. വാങ്ങിക്കഴിഞ്ഞാൽ വാങ്ങലും വീഡിയോ എടുക്കലും കൂടെ നടക്കില്ലല്ലോ. അപ്പോൾ വേറൊരു സമയം ഇത് കണ്ടോ, ഒരു ചേച്ചി അവിടെ ഇരുന്നുണ്ട് മുടി വില എന്താ കിട്ടുക കേട്ടോ. 100 ഒറിജിനൽ അല്ലല്ലോ. 100 രൂപ അതിന്. എന്നോടൊരെണ്ണം വാങ്ങിക്കാൻ പറഞ്ഞു. പിന്നെ കുറച്ച് ഭരണികളാട്ടോ. ആ നീല ഭരണിയൊക്കെ ഉണ്ടോ, ഭയങ്കര ഭംഗി അതൊക്കെ കാണാനായിട്ട്. പക്ഷെ ഭയങ്കര വിലയാണ്, 300 രൂപ ഒക്കെ ആയിട്ട്. ഓരോന്നിനും വില ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്. ഇതിനെത്ര? കുറയില്ലേ? എനിക്ക് ഗ്രേ കളർ ഭരണി ഭയങ്കര ഇഷ്ടമായിട്ടോ. അതിന് 80 രൂപ ചെറുതിന്. ഈ ബ്ലൂവിനും 80 രൂപ. വലുതിനൊക്കെ വില കൂടുതലാണ്. നല്ല ഉപ്പൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ നല്ല ചെടികളൊക്കെ ഇതുണ്ട്. നല്ല ഗ്രേ കളർ ഭരണി ഭയങ്കര ഭംഗിയത്. ചെറുതാണെങ്കിലും അതിന് ഒരെണ്ണത്തിന് 80 രൂപയാണ്. ഒരിക്കൽ വന്ന് വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെന്താ, പിന്നെ ഒരുപാട് കറങ്ങി ഇതേ ഒത്തിരി ബേക്കറി ഐറ്റംസ് ഒത്തിരി ഉണ്ട്. ചായക്കടയുണ്ട്.
ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ. ഓരോരോ കടകളും പതുക്കെ പതുക്കെ തുറന്നു തുടങ്ങി കേട്ടോ. 9 മണിക്ക് മറ്റേ കാർണിവലിൻ്റെ സംഭവമൊക്കെ 9 മണിക്കുള്ളൂ. അത് സ്പൈസസ് ഇരിക്കുന്നുണ്ടോ, ഒത്തിരി സാധനങ്ങളുണ്ട് അതിനകത്ത്. എന്തൊക്കെയാണുള്ളത്? കറുവപ്പട്ട എല്ലാം ഉണ്ട്. പിന്നെന്തോ പൊടികളൊക്കെയാണ്. ഇതുണ്ട്, കമ്പമാണത്. പണ്ട് കമ്പം കിട്ടില്ലേ, പിന്നെ കൊടംപുളി, പിന്നെ വാളംപുളിയൊക്കെ ഇത് വെച്ചേക്കുക. പിന്നെ വെല്ലം, ശർക്കരയില്ലേ, ശർക്കര, പിന്നെ ഇത് കരുപ്പെട്ടി എല്ലാം ഉണ്ട്. എല്ലാ സാധനങ്ങളും കിട്ടും. അതല്ല, ആലുവ മണപ്പുറത്ത് ചെന്നാൽ കിട്ടാത്തതൊന്നുമില്ല. അച്ഛനും അമ്മയും ഒഴിച്ചു ബാക്കി എല്ലാം കിട്ടുന്നൊക്കെ എന്നെ പണ്ട് പറയില്ലേ. കൽക്കണ്ടം, അങ്ങനെ ഒത്തിരി സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഗരം മസാല, സ്പെഷ്യൽ മസാലയൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി ഇതേ പൊരികളൊക്കെ വിൽക്കുന്ന ഒരു കടയാട്ടോ. പൊരി, ഈന്തപ്പഴം, ഒത്തിരി സാധനങ്ങളുണ്ട്. മേളിൽ നിന്ന് ആ പൊരികളൊക്കെ എടുത്ത് ഇടുന്നുണ്ടോ താഴോട്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു ചായക്കടയൊക്കെ ഉണ്ട് അവിടെ. ഇതാ കണ്ടോ, താഴോട്ട് ഇടുന്നതാണ്. നല്ല രസമുണ്ട്. ഈന്തപ്പഴം എല്ലാം ഉണ്ട്. പിന്നെ ഈ വഴിയോരത്ത് വെച്ച് കാണുന്ന ചെറിയ ചെറിയ കടകളൊക്കെയാണ് കേട്ടോ. ബാഗ്, അത് ഇതൊക്കെ. പിന്നെ ഓർണമെൻറ്റ്സ്, തരാതര ഓർണമെൻറ്റ്സ് ഉണ്ട് കേട്ടോ. വെള്ളിയുടെ ഉണ്ട്. ഇതൊരു മറ്റേ എല്ലാം ഉണ്ടാക്കി വള, മാല ഒക്കെ ഉണ്ട്. ഇത് ഹിന്ദിക്കാരോ അവരൊക്കെയാണ് വിൽക്കുന്നത് കേട്ടോ. ഒക്കെ വീഡിയോ എടുത്ത് ഒന്നും പറയുന്നില്ല, വീഡിയോ ഒന്നും എടുത്തിട്ടോ. വേണ്ടേന്ന് ചോദിക്കും. പക്ഷെ ഞാനൊന്നും വാങ്ങിച്ചില്ലല്ലോ. നല്ല രസമുണ്ട് ഇതൊക്കെ കണ്ടിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ. ഇവരുടെയാണ് കട കേട്ടോ. നല്ല ഭംഗിയുള്ള മാലയും വളയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കണ്ടിങ്ങനെ രസമായിട്ട്, തിരക്കൊന്നുമില്ലാണ്ട് വീഡിയോ ഒക്കെ എടുത്താൽ അങ്ങനെ റിലാക്സ് ആയിട്ടാണ് ഞാൻ ചെയ്തത്. അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനല്ലേ, ആളും ബഹളമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഓക്കെ, പിന്നെ ഇതാ ഇതുണ്ട്, അരിനെല്ലിക്കാണ് കേട്ടോ. ഈ മുളകും ഉപ്പൊക്കെ ഇട്ട് വെച്ചേക്കാം. അപ്പോൾ അത് ടേസ്റ്റ് നോക്കാൻ തന്നു ഞാൻ, പക്ഷെ അത് വാങ്ങിച്ചില്ല. ഇങ്ങനെ പുറത്തൊക്കെ ഇരിക്കുന്ന സാധനങ്ങളല്ലേ, വാങ്ങിച്ചില്ല ഞാൻ. പിന്നെ ഒത്തിരി മാലകളോ വളകളോ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതെന്താ സംഭവം എന്നറിയോ? കേട്ട് നോക്കൂ. പിന്നെ അവിടെയൊക്കെ ഒന്ന് ചുറ്റിയടിച്ച് നടന്ന് ഉണ്ട്. ആ പാലത്തിൽ കൂടെയാണ് ഞാൻ വന്നത് കേട്ടോ. അവിടെയാണ് പാലം. ഇപ്പം എല്ലാവരും കുളി നനയൊക്കെയാണ് ഇവിടെ അമ്പലത്തിൽ കയറാനായിട്ടുള്ളത്. എൻ്റെ ഇടയ്ക്ക് ട്രെയിനൊക്കെ പോകുന്നുണ്ട്. ഇത് കണ്ടു എനിക്ക് ഏറെ കൗതുകമായിട്ടുള്ളൊരു സംഭവം കേട്ടോ. ഒരു പ്രായമുള്ള മനുഷ്യൻ അവിടെ ഇരുന്നുണ്ട്. അവനവൻ്റെ തുണി അലക്കിയിടുക കേട്ടോ. അത് കുത്തി തിരുമ്മലുണ്ട്, അടിച്ച് അനക്കുന്നുണ്ട്. കണ്ടോ, നല്ല നല്ല ഒരു കൗതുകം തോന്നി എനിക്ക്. അത് ഞാൻ വീഡിയോ പകർത്തിയപ്പോൾ നോക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ഞാൻ എടുത്തുള്ളൂ കേട്ടോ. ഇപ്പൊക്കെ കാണാത്തൊരു കാഴ്ചയല്ലേ ഇതൊക്കെ, ഇങ്ങനെ അടിച്ചനക്കലൊക്കെ. ഇതാ ട്രെയിൻ പോകുന്നുണ്ടോ. അപ്പം അങ്ങനെ തിരിച്ച് ഞാൻ വരുക കേട്ടോ. അപ്പോഴും ബലിയിട്. ഇനിയിപ്പോൾ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരു 10-12 മണി വരെയൊക്കെ ഉണ്ടാവും ബലിയിട്ടിൽ. അപ്പോൾ നല്ല രസകരമായൊരു വീഡിയോ ആണ് ഞാൻ പകർത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. തിരിച്ച് ഞാൻ പോവാം. ഞാൻ ബസ്സിൽ തന്നെയാണ് തിരിച്ച് പോകുന്നത് കേട്ടോ. ഞാൻ മെട്രോയ്ക്ക് കാത്തു നിന്നില്ല. എന്ന് വെച്ചാൽ രാവിലെ ആയതുകൊണ്ട് ബസ്സിലൊന്നും അധികം തിരക്കില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. ഹൈപ്പൊക്കെ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഒരു ട്രാവൽ വീഡിയോ ആണ് ഞാൻ ശരിക്കും ഞാൻ പറഞ്ഞ എനിക്ക് കുക്കിംഗ് വീഡിയോ ആണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ഇത് കിട്ടിയപ്പോൾ ഞാൻ ചെയ്തതാട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.